ഒരു സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡിൽ കമിന്ന് കിടന്നുകൊണ്ട് തൻ്റെ വലത് കൈപ്പത്തിൽ കുപ്പച്ചില്ല് കുത്തിയായെത്തുന്ന വേദനയാണ് അഖി അവിടെ കണ്ടത്. ദേവ, എന്താണ് ഇതൊക്കെ? നിനക്കെന്ത് ഭ്രാന്തായോ? അവൻ്റെ കയ്യിൽ നിന്ന് ചില്ല് വലിച്ചെറിഞ്ഞു ദേവനെ പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് അഖി ചോദിച്ചു. അഖി, ഞാൻ എൻ്റെ നവി അവൾക്ക് എന്തുമാത്രം വേദനിച്ച് കാണും. അവളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചതാടാ. എന്നിട്ടും ഞാൻ തന്നെ ഇനിയും ഞാൻ സ്വയം വേദനിപ്പിക്കുക. തോന്നിവാസം കാണിച്ചൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഭ്രാന്ത് കാണിച്ചിരുന്ന് കരഞ്ഞല്ല ആയല്ലോ. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്ത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നടാ? ചങ്കിക്കൊണ്ട് നടന്നവളും മറ്റൊരുത്തിന് സ്വന്തമാണെന്ന് നോക്കി നിൽക്കണമായിരുന്നു. അതും അമല്. അവനെ നിനക്കറിഞ്ഞൂടെ? അവൻ കബളിപ്പിച്ച പെൺകുട്ടിയെ ലിസ്റ്റിലേക്ക് ഇവളെയും ഞാൻ വിട്ടുകൊടുക്കണമായിരുന്നു. അവനെ വിശ്വസിക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞതാ. അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ ഒരുപാട് കുടിച്ചു. അവൾ എൻ്റേത് മാത്രമാക്കണമെന്ന് അപ്പം മനസ്സിൽ തോന്നിയുള്ളൂ. അതിന് വേറെ വഴിയൊന്നും കിട്ടിയില്ലടാ. എന്നിട്ടിപ്പോൾ അവളെ നിനക്ക് സ്വന്തമായോടാ? നീ അമലും തമ്മിലിപ്പോൾ എന്താണ് വ്യത്യാസം? വ്യത്യാസം ഉണ്ടടാ. ചെയ്ത് തെറ്റായി പോയി അറിയാം. പക്ഷെ ഉപേക്ഷിച്ചില്ലടാ ഞാൻ. താലി കെട്ടി കൂടെ കൂട്ടിയില്ലേ ഞാൻ. ഓഹോ, ഇപ്പം അത് തെറ്റല്ലാതായി കാണല്ലടാ. നിന്റെ കൂടെ എന്നും എല്ലാത്തിനും ഞാനുണ്ടായിരുന്നു ദേവാ. പക്ഷെ ഇത് ന്യായീകരിക്കാൻ കഴിയില്ലടാ എനിക്ക്. നിന്നെ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റട ഇനി എനിക്ക്. വല്യമ്മയും വല്യച്ഛനും ഓർത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്ന് വെച്ച് ഒരിക്കൽ കൂടി അവളെ നീ ദ്രോഹിക്കാൻ ശ്രമിച്ചെന്നറിഞ്ഞ ഇപ്പം കൂടെ നിൽക്കണ പോലെ ഞാൻ നിന്നെന്ന് വരില്ല. അഖി, നീ കൂടെ മിണ്ടത് കൈ നീട്ടടാ, നോക്കട്ടെ. ചോര വരുന്നു. എന്ത് നേടിയെടുക്കാന്നുള്ള അഹങ്കാരവും പണക്കൊഴുപ്പും തിങ്ങി നിറയ്ക്കുന്ന ചോര അഖിയേട്ടാ. പോട്ടെ അത്. ഇനിയുള്ള ജീവിതത്തിൽ ആ അമ്മ അതിൽ കുറവ് കാരണാൽ മതിയല്ലോ. നവി, എൻ്റെ പേര് പോലും ഉച്ചിക്കരുത്. നിങ്ങൾ കയ്യിൽ കുപ്പിച്ചില് കയറ്റിയിരിക്കുന്നു. എനിക്ക് വേദനിച്ച പകനാണത്രേ. ആ ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങളായി വെട്ടിമാറ്റിയാലും അത് ഞാൻ അനുഭവിച്ചതിന് പകരമാവില്ല. വേദന എന്തോന്നോ സ്നേഹം എന്തോന്നോ നിങ്ങൾക്കറിയില്ല. ഒബ്സഷൻ മാത്രമായിരുന്നു ഞാൻ നിങ്ങൾക്ക്. സ്ത്രീ ശരീരത്തോടടങ്ങാത്ത ആസക്തി. ഇനി എൻ്റെ നേരെ തൻ്റെ കൈ ഉയർന്നാൽ ഞാൻ പച്ചയ്ക്ക് കത്തുന്നത് കാണിച്ചു തരും ഞാൻ. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ നേരം നവിയെ ദേവൻ അടുത്തുള്ള സീറ്റിലാണ് ഇരുത്തിയത്. അവനൊപ്പം ഇരിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലെന്നത് ദേവൻ്റെ അമ്മ യമുനയ്ക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. ദേവൻ അവൾക്കടുത്തിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഭക്ഷണത്തോട് വരെ വിരോധം തോന്നി. യമുനയെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ അല്പനേരം അവിടെ ഇരുന്നപ്പോഴേക്കും ദേവൻ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു. അവൾക്ക് കഴിക്കാൻ താല്പര്യമില്ലായിട്ട് കൂടി ഭക്ഷണം കളഞ്ഞ് ക്ഷീണമില്ലാത്തത് കൊണ്ട് പ്ലേറ്റിൽ വിളമ്പിയിരിക്കുന്നത് കഴിച്ചിട്ട് അവൾ എഴുന്നേറ്റു. യമുനയും വസന്തയും വന്ന് അവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ചില്ല് ഗ്ലാസ്സിൽ പാൽ പകർന്നു അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് യമുന അവളെ നോക്കി ചിരിച്ചു. ഒരു പുതിയ ജീവിതമാണ് ഇവിടെ തുടങ്ങുന്നത്. എൻ്റെ മോളായിട്ട് തന്നെയാ കാണുന്നത്. മോൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. നവിയുടെ മുഖത്തുനിന്ന് തലോടിക്കൊണ്ട് യമുന പോയതും വസന്തി അവളുടെ കയ്യിൽ പിടിച്ചു. കഴിഞ്ഞതെല്ലാം മറക്കണം. ദേവിനൊരു തെറ്റ് പറ്റിയതാണ്. തിരുത്താൻ അവൻ തയ്യാറാണ്. മോളൊരു അവസരം കൊടുക്കണം. പറയാൻ എളുപ്പമാണ് അമ്മായി. കുത്തുവാക്കുകൾ കൊണ്ടും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണം എല്ലാവരും. പിന്നെ ദേവേട്ടനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇനി ഒരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഞാനിവിടെ വെക്കുകയാണ്. കയ്യിലുള്ള പാൽ ഗ്ലാസ് സ്ലാബിൽ വെച്ചുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ മുകളിലേക്ക് നടന്നു. റൂമിലേക്ക് പോകാതെ ഓപ്പൺ ടെറസിലേക്കാണ് അവൾ പോയത്. എത്ര നേരം ഇരുട്ടിലേക്ക് നോക്കിയെന്നൊന്നു പോലും അവൾക്കറിയില്ല. നവി, ഇവിടെ ഒന്നും നിൽക്കാതെ റൂമിൽ പോയി കിടന്നൂടെ നിനക്ക്? അവനെ കണ്ടതായി ഭാവിക്കാനോ മറുപടി കൊടുക്കാനോ അവൾക്ക് താല്പര്യമില്ലായിരുന്നത് കൊണ്ട് അവൾ അപ്പോഴും ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ദേവൻ അവൾക്കടുത്തേക്ക് വന്നു. അവളുടെ തോളിൽ കൈവച്ച് തിരിച്ചു നിർത്തിയത് നവി അവൻ്റെ കൈകൾ ശക്തിയായി തന്നെ തട്ടിമാറ്റി. തൊട്ടുപോകരുത് തന്നെ. ഐ എം സോറി. പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. എല്ലാം ഏറ്റുപറഞ്ഞ് പിന്നെയും എന്നെ എല്ലാം ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കാനാണോ? ദ്രോഹിച്ചത് മതിയായില്ലെന്നെ. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. എൻ്റെ കൺമുന്ന് പൊക്കൂടെ. ദേവി പിന്നെയും എന്തൊക്കെയോ പറയാനായി വന്നതും നവി അകത്തേക്ക് പോയി റൂമിൽ കയറി വാതിലകത്തു നിന്ന് കുറ്റിയിട്ടു. ശാന്തമായ മനസ്സോടെ ഒരിക്കലും തനിക്കിനി ഉറങ്ങാൻ കഴിയില്ല എന്നവൾക്ക് തോന്നി. കണ്ണിന് ഇരുവശത്തു കൂടി ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ അവൾ പിടിച്ചു നിർത്താനോ തുടച്ചു മാറ്റാനോ ശ്രമിച്ചില്ല. സംഘർഷങ്ങളെ നിറഞ്ഞ ഓർമ്മപ്പെടുത്തുകൾക്കിടയിൽ ഇടയ്ക്കെപ്പോഴോ അവളുടെ കണ്ണുകളും അടഞ്ഞുപോയി. ടെറസിലെ ബെഞ്ചിൽ തലയ്ക്ക് കൈചാരിയിരിക്കുന്ന ദേവിനെ കാണും തോറും നീതുവിന് തന്നെ സങ്കടം അടക്കി നിർത്താൻ കഴിയാതെയായി. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏട്ടാ ഇതൊക്കെ.
ചേച്ചി ഏട്ടനോട് പൊറുക്കുമെങ്കിൽ മാത്രമേ എനിക്കിനി ഏട്ടൻ്റെ പഴയ നീതുവാകാൻ കഴിയൂ. ചേച്ചിയെ നിർബന്ധിക്കാനും കഴിയില്ലല്ലോ. ഇതേ സമയം ദേവൻ കണക്കുകൂട്ടലുകൾ നടത്തുകയായിരുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ നവി എങ്ങനെ നേരിടാമെന്ന് എന്തൊക്കെയോ ചെയ്യണമെന്നും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വന്തമാക്കാനും എനിക്കറിയാം നവന്ത്രിക. എന്നിൽ നിന്നൊരു മോചനം നിനക്കിനി സാധ്യമല്ല. ദേവൻ തൻ്റെ ഓഫീസിൽ പോയി ബെഡ്റൂമിൻ്റെ സ്പെയർ കീ എടുത്തു വന്നു. ഡോർ തുറന്നു. അരണ്ട വെളിച്ചത്തിൽ നവി ബെഡിൽ കിടന്നുറങ്ങുന്നത് അവൻ അല്പനേരം നോക്കി നിന്നു. അവളുടെ സ്ഥാനം മാറിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്കിടയിലൂടെ അവൻ്റെ കണ്ണുകൾ ഇഴഞ്ഞു നീങ്ങി. അവളുടെ മേനിയായിൽ അവൻ സ്വയം മറന്നുകൊണ്ട് നിന്നു. അവളുടെ വയറിലൂടെ നീങ്ങിയ കൈകൾ മാറിലേക്ക് എത്തിയത് നവി ഞെട്ടി കണ്ണുകൾ തുറന്നു. അവളിൽ നിന്ന് പിടഞ്ഞു മാറാനുള്ള അവളുടെ ശ്രമങ്ങളെല്ലാം തടഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പ് വലിച്ചു കീറി. തൻ്റെ അർദ്ധനഗ്നത മറക്കാനും അവനെ തടയാനോ ശ്രമിക്കും തോറും അവൻ അവളെ ബലമായി പൂർണ്ണ നഗ്നനാക്കിയിരുന്നു. ബെഡിൽ കിടന്ന പുതപ്പ് എടുത്തും അവൻ്റെ എതിർപ്പിലും അവൾ എങ്ങനെയൊക്കെയോ അവളുടെ ശരീരം മറച്ചെങ്കിലും അതിൽ ദേഷ്യം വന്ന ദേവൻ അവളെ പൊക്കിയെടുത്ത് തറയിലേക്ക് കിടത്തി. റൂമിലെ ലൈറ്റുകൾ മുഴുവൻ ഓൺ ചെയ്തിട്ടു. ഇങ്ങനെ അരണ്ട വെളിച്ചത്തിൽ ഒരു പുതപ്പിൻ്റെ മറയിൽ കാണാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് നവന്ത്രിക. അതിനെനിക്ക് നിന്റെ അനുവാദം പോലും ആവശ്യമില്ല. പറഞ്ഞു കഴിഞ്ഞ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൻ അവൾ ശരീരം മറച്ചിരുന്ന പുതപ്പ് വലിച്ചു ദൂരേക്ക് എറിഞ്ഞതും നവി ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അവളുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. ശരീരം മുഴുവൻ വിറക്കുന്നത് പോലെ. കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത വിധം ഭയം അവളെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ആരോഗ്യം ചിരിക്കുന്നതായും കരയുന്നതായും വേദന കൊണ്ട് നിരങ്ങുന്നതായും തോന്നി. ഇരുട്ടവളെ പൂർണ്ണമായി വിഴുങ്ങുന്നത് പോലെ തോന്നി. അതേ അന്ധകാരത്തിൽ വെച്ച് തന്നെ പലതവണ പിച്ചു ചിന്തുന്ന അവൾ കണ്ടു തുടങ്ങി. അവളുടെ ശരീരം മാത്രമായിരുന്നില്ല അവൻ പിച്ചു ചീന്തിയത്. അവളുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും കരുതലിൻ്റെയും പ്രണയത്തിൻ്റെയും അവസാന കണികയായിരുന്നു. വീണ്ടും വീണ്ടും ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ അവൾ കണ്ണുകൾ ഇറുകിയടിച്ചു. ആരൊക്കെയോ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന കാൽപ്പെരുമാറ്റം കേട്ടതും അവൾ ബെഡിൽ നിന്നും ഇറങ്ങി ഓടി. ഡോർ വലിച്ചു തുറന്ന് എതിർവശത്ത് കാണുന്ന വെളിച്ചത്തിനടുത്തേക്ക് അവൾ ഓടി. അതിനടുത്തെത്തിയതും അവൾ ആരെയോ കൂട്ടിയിടിച്ചു. വീഴും മുന്നേ അവൻ്റെ കൈകൾ അവളെ താങ്ങിയിരുന്നു. തന്നെ താങ്ങിയിരിക്കുന്ന കൈകൾ ദേവിൻ്റെതല്ലെന്ന് മനസ്സിലായതും കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. രാത്രി കുടിക്കാൻ വെള്ളമെടുക്കാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു അഖി. റൂമിൻ്റെ ലൈറ്റ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ ആരോ വന്ന് ഇടിച്ചു. പെട്ടെന്ന് ഞെട്ടിയെങ്കിലും അത് നീതുവാണെന്ന് കരുതി വേഗം അവളെ വീയാതെ പിടിച്ചു നിർത്തി. പിടിച്ചു കഴിഞ്ഞാണ് അത് നവിയാണെന്ന് അവനും മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധം പോയിരുന്നു. എടാ നവി, എന്താ പറ്റി? അവൾ കനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും ആകെ അവളെ പൊക്കിയെടുത്ത് ദേവിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി. ലൈറ്റ് ഓൺ ചെയ്ത് അവളുടെ കയ്യിൽ പിടിച്ചു. പൾസ് ചെക്ക് ചെയ്തു. കണ്ണുകൾ കൂടി നോക്കി. എന്തോ കണ്ട് പേടിച്ചെന്നും മനസ്സിലായി. അവൻ ദേവൻ അന്വേഷിച്ചു. അവിടേക്ക് നോക്കി. അവസാനം ടെറസിലെ ബെഞ്ചിൽ കയ്യിലൊരു കുപ്പിയുമായി ബോധം കെട്ടുറങ്ങുന്ന കണ്ടതും അഖി സ്വയം തലക്കടിച്ചുകൊണ്ട് അവനെയും കൊണ്ട് റൂമിൽ നവിക്കടുത്തും ബെഡിൽ കിടത്തി വാതിലും ചാരിപ്പോയി. രണ്ടുപേരും അവിടെ എന്തൊക്കെയാണ് നടന്നെന്നറിയാതെ ഉറങ്ങുകയായിരുന്നു. രാവിലെ ആദ്യം ഉണർന്ന ദേവനായിരുന്നു. സാധാരണ അവൻ്റെ അടുത്ത് കിടക്കുന്ന അഖിയായിരിക്കും. അവൻ്റെ ഓർമ്മയിൽ അടുത്ത് കിടക്കുന്ന ആളെ തട്ടി വിളിക്കാൻ നോക്കിയപ്പോഴാണ് തൻ്റെ അടുത്ത് നവിയാണ് കിടക്കുന്ന അവനും മനസ്സിലായത്. അവളുടെ മുഖം പകുതി മുടി മൂടിക്കൊണ്ട് മറഞ്ഞിരുന്നു. മുഖത്തു നിന്നും മുടി വകഞ്ഞു മാറ്റി അവൻ അവളെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അവൾ ഉണരുമ്പോൾ തന്നെ ഇവിടെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ട് വേഗം പോയി അടഞ്ഞു കിടക്കുന്ന ഡോർ തുറന്നിട്ടു. പുറത്തു പോകാൻ ഒരുങ്ങിയ അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതുകൊണ്ട് തിരിച്ചു വന്ന് ബെഡിനടുത്തുള്ള ടേബിളിലിരിക്കുന്ന ഗ്ലാസ് ജഗ് എടുത്ത് അതിലെ പകുതി വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. വെള്ളമിണ്ടത് നവി ബെഡിൽ നിന്ന് ചാടി എണീറ്റു. നിന്നോട് കയ്യിൽ ജഗ്ഗുമായി പുച്ഛിച്ചു നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു. അവളുടെ ആ ഭാവം കണ്ടു ദേവനും അത്ഭുതം തോന്നിയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു തലയണ വന്ന് അവൻ്റെ മുഖത്തേക്ക് ശക്തിയായി പതിഞ്ഞിരുന്നു. ഇപ്പൊ ഇറങ്ങണം ഈ മുറിയിൽ നിന്ന്. എൻ്റെ റൂമിൽ നിന്ന് എന്നെ ഇറക്കിയവിടെ നീ ആരാടി? ദേവനൊന്ന് കൂർപ്പിച്ചു നോക്കി നവി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മുഖത്തെ വെള്ളം കൈകൊണ്ട് തുടച്ചുകൊണ്ട് വരുന്ന നവിയെ കണ്ട് ആകി വന്നത്. ഇതെന്താ ആകെ നനഞ്ഞു? നീതുവിന്റെ റൂം ഏതാ കേട്ടാ? അതാണ്. അല്ല, മുഖത്തെന്താ വെള്ളം എന്ന് പറഞ്ഞില്ല. ആകിക്കുള്ള മറുപടിയായി ഒരു വല്ലാത്ത ഭാവത്തോടെ തിരിഞ്ഞ് ദേവിന്റെ റൂമിലേക്ക് നോക്കിയിട്ട് നവി നീതുവിന്റെ റൂമിലേക്ക് പോയി. നവി എങ്ങോട്ടാണ് പോയതെന്നറിയാൻ വന്ന ദേവൻ അവിടെ ആകിയെ ദേഷ്യത്തിൽ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും ആകി അവനെ പിടിച്ചു നിർത്തിയിരുന്നു. ദേവാ, എന്താണ് നീ അവളെ ചെയ്ത്? എന്റെ ഭാര്യയെ ഞാൻ സ്നേഹം കാരണം നേരത്തെ വിളിച്ച് എണീപ്പിച്ചു. എന്ത് കളിക്കല ദേവാ? അവളെ നീ ഇനി ഉപദ്രവിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ. ഞാനൊന്നും ചെയ്തില്ല. അവളെ പേര് വിളിക്കാനും പാടില്ല, തട്ടി എണീപ്പിക്കാൻ ദേഹത്ത് തൊടാനും പാടില്ല. മഹാറാന്റെ കൽപ്പനുസരിച്ച് എണീപ്പിക്കാൻ വെള്ളം വെച്ചാ.
നീയല്ലേ പറഞ്ഞത് ഇന്ന് രാവിലെ ഇവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് കെട്ടിയെടുക്കണമെന്ന്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രി നീ പിന്നെയും കുടിച്ചോലടാ. ഇനി നിന്നെ താങ്ങി റൂമിൽ കൊണ്ടുവരാൻ ഞാൻ വരില്ല. അത് ശരി, അപ്പം നീയാണല്ലേ എന്നെ അവിടെ കൊണ്ട് കിടത്തിയത്. അവൾ ആദ്യം എണീറ്റുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിന് അറുത്തേനെ. നിന്നെ മാത്രമല്ലടാ, പാതിരാത്രി എന്തോ സ്വപ്നം കണ്ട് പേടിച്ചിറങ്ങിയോടി ബോധം പോയി നിന്റെ ഭാര്യയെ ഞാൻ അവിടെ കൊണ്ട് കിടത്തിയത്. അവൾ എന്ത് പേടിച്ചെന്നാ? ഞാൻ ചോദിച്ചില്ല. അത് അന്നത്തെ ആ സംഭവം തന്നെ ആകും. 2 ആഴ്ചയിലായുള്ളൂ. മറക്കാനോ ധൈര്യം സംഭരിക്കാനോ അവൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലടാ. കൂടെയാണെങ്കിൽ നീയും പുറമേ കാണിക്കുന്ന ധൈര്യം അവൾക്കില്ലടാ. ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചുനാൾ നീ അവളുടെ അടുത്തേക്ക് വരാതെ മാറി നിൽക്കുക. അവൾക്കൊരു മാറ്റം ആവശ്യമാടാ. എൻ്റെ അടുത്ത് നിന്ന് അകറ്റിക്കൊണ്ട് ഒരു മാറ്റം അവൾക്ക് വേണ്ട. എന്നാലും അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ഞാൻ കൂടെ ഉള്ളത് തന്നെ നല്ലത്. അതിന് ആര് പറഞ്ഞാലും ശരി, അവളെ വിട്ട് ഞാൻ പോവില്ല. അതിന് മരിച്ചാലും ശരി. എൻ്റെ ആത്മാവെന്ന് അവൾക്ക് ചുറ്റുമായിരിക്കുവാക്കി. അമ്പലത്തിൽ പോകാനായി കുളിച്ച് റെഡിയായി ദേവൻ തൻ്റെ റോയൽ എൻഫീൽഡിൽ കയറി നവിക്കായി വെയിറ്റ് ചെയ്തു. എന്നാൽ റെഡിയായി വന്ന നവി ദേവനെ ഒരു മൈൻഡ് പോലും ചെയ്ത് അമ്പലത്തിലേക്ക് നടന്നു. നടക്കുന്ന സമയം അത്രയും അവളുടെ മുന്നിൽ വന്ന മുഖം അവളുടെ അനിയത്തി നിവിയുടെ ആയിരുന്നു. അവളെ വല്ലാതെ മിസ് ചെയ്തതായി തോന്നി അവൾക്ക്. വഴിയിലൂടെ പോകുന്ന ആരെയും അവൾ കണ്ടില്ല. ഇവിടുന്ന് ഒരു ബൈക്ക് വന്ന് അവളുടെ തൊട്ടുമുന്നിൽ നിർത്തിയതും അവളൊന്ന് ഞെട്ടി. ദേവനായിരിക്കും അതെന്ന് വിചാരിച്ചെങ്കിലും അതും അമലായിരുന്നു. നവി, രാവിലെ തന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് അമ്പലം വരെ വാ, ഞാൻ കൊണ്ടുവിടാം. ആ വഴിക്ക് തന്നെയാ ഞാനും. അളിയോ, ആ വഴിക്ക് തന്നെയാ ഞാനും. ഞാനുള്ളപ്പോൾ അവളെങ്ങനെ ഒറ്റയ്ക്കാകാനാ? അല്ല ഭാര്യ. അളിയൻ ചെല്ല്, ഞങ്ങൾ പതുക്കെ അങ്ങ് എത്തിയേക്കാം. അമലിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു നിർത്തി. ദേവൻ നവിയെ ഭാര്യ എന്ന് പറയുന്നത് അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പോകാൻ ആരുടെയും സഹായം ആവശ്യമില്ല, കൂട്ടും ആവശ്യമില്ല. ഒറ്റയ്ക്ക് പോകാൻ എനിക്കറിയാം. നവി രൂക്ഷഭാവത്തോടെ 2 പേരുമായി പറഞ്ഞു നേരെ നടന്നു. അളിയോ, വേലത്തരം കൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ മുന്നിലോട്ട് വരണ്ട. അവൾ ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും ദൈവം കാണും അവിടെയെല്ലാം. നാണാകുന്നില്ല നിനക്കിനിയും? ഒരു പെണ്ണിനെ നശിപ്പിച്ച് സ്വന്താക്കാൻ നോക്കിയിട്ട് ആണെന്നും പറഞ്ഞ് നടക്കാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ ആണാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. അതെൻ്റെ കെട്ടിയോൾക്കറിയാം. പിന്നെ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. എനിക്ക് വേണ്ടത് അവളെയായിരുന്നു. അവളെ തന്നെ എനിക്ക് കിട്ടി. അതിൽ നിനക്കുള്ള വിഷയം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇനി ഒരിക്കലും നടക്കില്ലടോ. മാർഗം നോക്കാതെ ലക്ഷ്യം നേടി. പക്ഷേ അവൾക്കൊരു മനസ്സുണ്ട് ദേവൻ. അത് നിനക്ക് നേടാൻ കഴിയില്ല. ഇനി ഒരിക്കലും കഴിയില്ല. അത് നേടാതിരിക്കുന്നിടത്തോളം കാലം നീ ഒരു തോൽവിയായിരിക്കൂ ദേവ. വെറും വട്ടപൂജം. ദേവിനെ നോക്കി വിജയിച്ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അമൽ പോകുന്നത് ഒരു പകയോടെ ദേവൻ നോക്കി നിന്നു.